Very good morning, good afternoon, good evening. സാത്ത് അക്കാഡമിയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് CMA ഇന്ററിന്റെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ഒരു പേപ്പറാണ്. പേപ്പർ 10 ആണ്. മുമ്പത്തെ സിലബസിൽ ഇത് ഏറ്റവും ലാസ്റ്റ് പേപ്പർ ആയിരുന്നു. ഓക്കെ, നൗ അത് പുതിയ സിലബസിൽ 2016 സിലബസിൽ ലാസ്റ്റ് പേപ്പർ ആയിരുന്നു ഇന്ററിന്റെ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് 2022 സിലബസിൽ അത് ഇപ്പോൾ ലാസ്റ്റ് അല്ല, പേപ്പർ 10 ആണ്. കഴിഞ്ഞ് 11, 12 ഉണ്ടല്ലോ വേറെ. സോ നിങ്ങൾക്ക് മിക്കവാറും പേർക്കും ഈ പേപ്പറിനെ കുറിച്ച് അറിയാമായിരിക്കും. എന്നാലും ഞാൻ ബ്രീഫ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആണ്. പക്ഷെ ഇത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് മാത്രമായതുകൊണ്ട് ഞാനിവിടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ മാത്രമേ എഴുതുന്നുള്ളൂ. മുമ്പ് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്നായിരുന്നു. സിലബസിൽ സ്ലൈറ്റ് വ്യത്യാസമേ ഉള്ളൂ. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്കോറിംഗ് പേപ്പർ ആണ്. സ്കോറിംഗ് പേപ്പർ ആണ്. ഓക്കെ, ആ കഥകള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ പറയാം. ആക്ച്വലി ഇത് ഏറ്റവും സ്കോറിംഗ് പേപ്പറുകളിൽ ഒന്നാണ്. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിൽ എന്റെ അഭിപ്രായത്തിൽ മിക്കപ്പോഴും ടഫ് ആവുന്ന രണ്ട് പേപ്പർ, കുറച്ചൊരു ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റുമാണ്. ഓപ്പറേഷണൽ OPM അതേപോലെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റും അതേപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ സ്കോറിംഗ് പേപ്പർ ആണ്. ഞാൻ പഠിച്ചപ്പോ ആക്ച്വലി ചെറിയ ബ്രീഫായിട്ട് ഇപ്പൊ പറയാം. 90 മാർക്സിന് എഴുതിയ ഏക പേപ്പർ ഇത് മാത്രമാണ്, ഇന്റർന് 90 മാർക്സ്. കാരണം എനിക്ക് പഠിക്കാൻ അങ്ങനെ സമയം കിട്ടുന്ന ഒരാളായിരുന്നില്ല. അപ്പോ ജസ്റ്റ് ഒരാഴ്ചയൊക്കെ പഠിച്ചിട്ടാണ് എഴുതാറുള്ളത്. ഒരാഴ്ച ഞാൻ എവിടെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുമില്ല. അപ്പോ ഒരു 60-70 മാർക്സ് ആണ് മാക്സിമം എല്ലാ പേപ്പറും എഴുതുക. അതിലൊരു 50 മാർക്സ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ സ്ട്രാറ്റജി. അത് മാക്സിമം MCQs സ്കോർ ചെയ്യാൻ നോക്കും, ഏത് പേപ്പർ ആണെങ്കിലും. സോറി. അപ്പോൾ ഈ പേപ്പർ മാത്രമാണ് എന്റെ ചരിത്രത്തിൽ ഞാൻ 90 മാർക്ക് എഴുതിയത്. അതിൽ എനിക്ക് 80 മാർക്ക് കിട്ടുകയും ചെയ്തു. 10 മാർക്ക് എവിടെ പോയി എന്നുള്ളതും എനിക്ക് മനസ്സിലായി. അത് ഏറെക്കുറെ 10 മാർക്ക് കറക്റ്റ് പിന്നെയും കിട്ടിയിട്ടില്ലെങ്കിലും അതിൽ ഒരു 6-7 മാർക്കും കൂടി സംഘടിപ്പിക്കാമായിരുന്നു. അത് ഒരു ചെറിയ തെറ്റ് പറ്റി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ അത് പിന്നെ തിരുത്താൻ നിന്നാൽ ഓഡിറ്റിംഗ് മുഴുവൻ എഴുതാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അത് അവിടെ ഇട്ടു. തെറ്റ് മനസ്സിലായി എനിക്ക് കറക്റ്റ് ചെയ്യാൻ, പക്ഷെ അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ സമയം കിട്ടിയതുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് എവിടെയാണ് ആ മാർക്ക് പോയത് എന്നറിയാം. 2 ക്വസ്റ്റ്യനുകളിലായിട്ടാണ് അത് വന്നത്. പിന്നെ ഉള്ളതൊന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വന്നതാണ്. അത് പ്ലസ് മൈനസ് നെട്ടത്ത് ഒരു സ്ഥലത്ത് പ്ലസ് നെട്ടു, പക്ഷെ ഞാൻ മൈനസ് ജിയോ എന്തോ ചെയ്തു, മൈനസ് പ്ലസ് ജിയോ അങ്ങനെ എന്തോ ചെയ്തു, അവിടെയാണ് പോയത്. അപ്പൊ അങ്ങനെ എനിക്ക് 2 പ്രാവശ്യം അത് അങ്ങനെ എനിക്ക് 2 കാര്യങ്ങളിലൂടെയാണ് മാർക്ക് പോയത് എനിക്ക് മനസ്സിലായി. ഞാൻ എഴുതിയില്ലെങ്കിൽ 90-ല്, ഇപ്പൊ എക്സാക്ട്ലി 90-ലെങ്കിലും ഒരു 85-86 ഒക്കെ കിട്ടിയേനെ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ആ പേപ്പർ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ഒരു ഒരു സ്ട്രെങ്ത് ആയി തോന്നട്ടെ. ഈ പേപ്പർ സ്കോറിംഗ് പേപ്പർ ആണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാലും ഒരു ഇഷ്യൂ ജനറലി കണ്ടുവരുന്നത്, സ്റ്റുഡൻസിൽ ജനറലി കണ്ടുവരുന്നത് തിയറി പേപ്പർ അല്ലേ ഓഡിറ്റിംഗ് എന്ന് വെച്ചിട്ട് അവർ വിടും. ഓഡിറ്റിംഗ് CMAക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. CA പോലെയും കൂടിയല്ല. CAക്ക് ഏറ്റവും ടഫസ്റ്റ് പേപ്പർ ആണ്, എസ്പെഷ്യലി CA ഫൈനലിന് ഏറ്റവും ടഫസ്റ്റ് പേപ്പർ ആണ്. CMAക്ക് എല്ലാം സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓൾ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ അത് പഠിക്കേണ്ട ഒരു രീതി ഉണ്ട്. അത് ഞാൻ ഇതിന്റെ പോകുമ്പോ അത് അതിലിപ്പോ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇടയിൽ പറയും. അത് എങ്ങനെയായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ അത് ഈ സബ്ജക്റ്റ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എസ്പെഷ്യലി തിയറി പേപ്പറിന് അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ ഇത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് 100 മാർക്സ് പേപ്പർ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ 50 മാർക്സ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതായത് കമ്പനി അക്കൗണ്ട്സ്, അതാണ് ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പറയുന്നത്. 50 മാർക്സ് ഓഡിറ്റിങ്ങിനാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കോറിംഗ് പേപ്പറാണ്. ഇതിൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ ഏറ്റവും ഏത് പേപ്പർ ആണെന്നുണ്ടെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദ സബ്ജക്ട്, നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് എപ്പോഴും ഓബ്ജക്റ്റീവിൽ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഒരു 30 തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. കാരണം ചോയ്സ് ആയിട്ടാണ് തരുന്നത്. ആക്ച്വലി നിങ്ങൾ കമ്പയർ ചെയ്ത പഴയ സിലബസ് ആണ് എന്റെ അഭിപ്രായത്തിൽ ഓബ്ജക്റ്റീവിന്റെ ഇത് കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ കുറച്ച് ടഫ്. കാരണം അന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വേണം 5 മാർക്ക്.
അന്ന് 25 മാർക്കിന് MCQ ഉള്ളൂ, സോറി ഒബ്ജക്റ്റീവ് ഉള്ളൂ. അതിൽ 5 എണ്ണം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഓപ്ഷൻ തരില്ല. യു ഹാവ് ടു റൈറ്റ് ദ കറക്റ്റ് ആപ്റ്റ് വേർഡ്. ഇന്ന് അങ്ങനെയല്ല, 30 മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് 4 ABCD. അപ്പോൾ കമ്പാരിറ്റീവ്ലി പിന്നെ അന്ന് ഇത് തരും, എന്താ പറയാ, മാച്ച് എ സൈഡ് ബി സൈഡ് തരും. അതും കറക്റ്റ് അല്ല തരിക. ചിലപ്പോ ഒരു സൈഡിൽ എയിൽ 5 എണ്ണം തരും, ബിയിൽ 8 എണ്ണം തരും. അപ്പൊ 3 എണ്ണം മാച്ച് ആവാത്ത കാര്യങ്ങളായിരിക്കും, അപ്പൊ അധികം കാര്യങ്ങൾ തരും. അങ്ങനെയൊക്കെ തന്നിരുന്നു. അപ്പോ എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്, വേറെ ആൾക്കാർക്ക് വേറെ അഭിപ്രായം ഉണ്ടാകാം. ഇന്നത്തെ സിലബസിനെ വെച്ച് നോക്കുമ്പോൾ, അന്നത്തെ സിലബസിൽ MCQs വെച്ച് നോക്കുമ്പോൾ അത് അന്നത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു എന്നാണ്. പിന്നെ 25 മാർക്കിന് ഒബ്ജക്റ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ഓക്കെ, എനിവേ, താങ്ക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്കിപ്പോ ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും അത് ശരിയാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 4 ഓപ്ഷനിൽ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മള് സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന ആ വാക്ക് ഉപയോഗിക്കുകയാണ്. കറക്കി കുത്തിയാലും ചിലപ്പോൾ ശരിയാവാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് അത് ഇല്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ മെസ്സേജ് കിട്ടിയിരിക്കും എന്ന് തോന്നി. ദെൻ അപ്പോൾ 100 മാർക്സിന്റെ പേപ്പറാണ്. അതിൽ 50 മാർക്സ് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് ഒരു കാര്യമുള്ളത്, അക്കൗണ്ടിങ്. ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും അക്കൗണ്ടിങ്ങിലാണെങ്കിലും ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ബേസ് ഇതിനെ സഹായകരമായിട്ട് വരും. ഇനി ആദ്യമായിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്നവരാണെങ്കിലും അക്കൗണ്ടിങ്ങിന്റെ ബേസ് സ്ട്രോങ് ആയതിനു ശേഷം, അക്കൗണ്ടിങ് ബേസ് നല്ല സ്ട്രോങ് ആയിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പല കുട്ടികൾക്കും ഒരു തെറ്റിദ്ധാരണയുള്ളത്, ഞാൻ എന്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഒരുപാട് കേസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കുട്ടികൾ വിചാരിക്കുന്നത് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ച കാര്യങ്ങൾ സഹായകമാണ്. പക്ഷെ പഠിച്ച കാര്യങ്ങൾക്ക് ഉപരി ചില കാര്യങ്ങൾ വരും. ഒരു എൻട്രി ഇടുന്ന കാര്യമാണെങ്കിൽ പോലും വരും. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ നോളജ് ആണ് സഹായകമാവുക. അല്ലാതെ നമ്മൾ ഈ പഠിച്ച എൻട്രി നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഞാൻ എന്താ പഠിച്ചത് അങ്ങനെ നോക്കിയിട്ട് അവിടെ എൻട്രി ഇടാൻ പറ്റില്ല. അപ്പൊ അവിടെ നിങ്ങൾ ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിന്റെ സയൻസ് പഠിക്കണം. അക്കൗണ്ടിങ്ങിന്റെ സയൻസ്, നോട്ട് ദ സയൻസ് വിച്ച് വി ഹാവ് ലേൺഡ് ഇൻ ദ സ്കൂൾസ്. മനസ്സിലായോ? നാച്ചുറൽ സയൻസ് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ദ സയൻസ് ബിഹൈൻഡ് ദ അക്കൗണ്ട്സ്, ആ രീതിയിൽ പഠിക്കണം. പലരും കണ്ടിട്ടുള്ളത് ഈ സബ്ജക്റ്റില് പല കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരു റോങ് വേ ഓഫ് അപ്രോച്ച് ആണ്. ഓക്കെ, അക്കൗണ്ടിങ്. ബിക്കോസ് നിങ്ങൾ അത് സയന്റിഫിക്കലി, അതായത് കൺസെപ്ച്വൽ ലേണിംഗ് തന്നെ വേണം എന്നാണ് ഉദ്ദേശിച്ചത്. സോ ഇത് 100 മാർക്സ് പേപ്പർ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ കമ്പനി റിലേറ്റഡ് അക്കൗണ്ട്സ് ആണ്, ഇഷ്യൂസ്. ഓക്കെ, അതേപോലെ ഈവൻ അത് അണ്ടർ റൈറ്റിംഗ് വരെയുള്ള കാര്യങ്ങൾ അതെല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, പിന്നെ ബാങ്ക്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിൽ ഇൻഡേഴ്സ്, കുറച്ച് സെലക്റ്റീവ് ഇൻഡേഴ്സ് പഠിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുക സിലബസിനെ കുറിച്ചിട്ട്. ഓക്കെ, പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിലും ഓഡിറ്റിംഗ് ആണെങ്കിലും 2 പേപ്പറും പഠിക്കാതെ, അതായത് ഒരു പേപ്പർ ഏതെങ്കിലും ഒരു 50 മാർക്സിൻ്റെത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കിയാൽ റിസ്ക് ആവും. പാസ്സാവില്ല എന്ന് പറയില്ല, പക്ഷെ ചിലപ്പോൾ 50 മാർക്സ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നല്ല സ്ട്രോങ് ആയ ഒരാൾ മാക്സിമം അത്രയല്ലേ വരുള്ളൂ. ഇപ്പൊ 50, അപ്പോഴും മറ്റേ പേപ്പർ 50 മാർക്സ് കിടക്കുകയാണല്ലോ. അപ്പൊ ഇത് രണ്ടും തുല്യമായി പഠിക്കേണ്ടത് വളരെ നല്ലതാണ്. ഓക്കെ, ദെൻ പിന്നെ ദ വേ ഓഫ് ലേണിംഗ്, അതാണ് എസ്പെഷ്യലി ഇത് തിയറി പേപ്പറിനാണ് സഹായമാവുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കേണ്ടത് ക്യുമുലേറ്റീവ് ലേണിംഗ്. ക്യുമുലേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ, സാധാരണ എല്ലാവരും പഠിക്കുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഓഡിറ്റിംഗ് തന്നെ എടുക്കാം. ഫസ്റ്റ് ഡേ നമ്മളൊരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യും, ചിലപ്പോൾ അത് എഴുതി വെക്കും നല്ല ഭംഗിയായിട്ട്. ഓക്കെ, ഫസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഒരു ടോപ്പിക് പഠിച്ചു, 2 ടോപ്പിക് പഠിച്ചു, 3ാമത്തെ ടോപ്പിക് പഠിച്ചു, 4ാമത്തെ ടോപ്പിക് പഠിച്ചു. എന്നിട്ട് സെക്കൻഡ് ഡേയിലേക്ക് പോകുമ്പോൾ 5ാമത്തെ ടോപ്പിക് പഠിച്ചു, 6ാമത്തെ ടോപ്പിക് പഠിച്ചു, 7ാമത്തെ ടോപ്പിക് പഠിച്ചു. തേർഡ് ഡേ വരുമ്പോൾ 8, 9 ടോപ്പിക്കിന്റെ വലിപ്പം ചെറുപ്പം അനുസരിച്ച് എപ്പോഴും ഒരേപോലെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ പഠിച്ചു പോവാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ
അധിക പേരും ഓഫ്ലൈൻ ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ സ്റ്റഡി ലീവ് വേണം എന്നാലേ ഓക്കെ. സ്റ്റഡി ലീവ്, ഈ സ്റ്റഡി ലീവ് എന്നുള്ള വാക്ക് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റഡി, അപ്പോ സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി പഠിക്കുക, ഓക്കെ, പഠിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇതിലൊരു വാക്കില് ഒരു പ്രശ്നം കിടക്കുന്നത് എന്താ വെച്ചാൽ അധിക പേര് ആ സമയം നോക്കിയിരിക്കും. കുറെ പേര് ആ സമയം 1 മാസം ഉണ്ടല്ലോ അല്ലെങ്കിൽ 2 മാസം ഉണ്ടല്ലോ, ഓക്കെ, സ്റ്റഡി ലീവ് വേണ്ടതാണ്. പക്ഷേ ഈ നോമൻക്ലേച്ചർ, ഈ നാമധേയം സ്റ്റഡി ലീവ് എന്നുള്ള നോമൻക്ലേച്ചർ എനിക്ക് ഒരു സ്വീകാര്യമല്ലാത്തൊരു കേസാണ്. എന്റെ അഭിപ്രായത്തിൽ ഇതിനെ റിവിഷൻ ഹോളിഡേയ്സ് എന്നാണ് വിളിക്കേണ്ടത്. റിവിഷൻ ഹോളിഡേയ്സ്, ബിക്കോസ് സ്റ്റഡി ഹാസ് ടു ഹാപ്പൺ ഓൺ എ ഡെയിലി ബേസിസ്. പഠനം എന്ന് പറയുന്നത് എന്നും നടക്കേണ്ട ഒരു കാര്യമാണ്. റിവിഷൻ ഹോളിഡേയ്സ് അപ്പോൾ കിട്ടുന്ന 1 മാസോ 20 ദിവസമോ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, അത് റിവിഷൻ ഹോളിഡേയ്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യുമോ അത്രയും പാസ്സാവാനുള്ള ചാൻസസ് കൂടും. സോ ദ കീ ഈസ് റിവിഷൻ. റിവൈസ്. ഓക്കെ, നൗ കം ടു ദിസ് ക്യുമുലേറ്റീവ് ലേണിംഗ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇൻഫാക്ട് നമ്മളിപ്പോ പ്രോബ്ലം ചെയ്യുകയാണെങ്കിലും അതെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ എഴുതി വെക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ പ്രോബ്ലം കാണുമ്പോൾ മുഴുവൻ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് മുഴുവൻ. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ആ പ്രോബ്ലത്തിന്. ഓക്കെ, അപ്പോൾ ഇത് എസ്പെഷ്യലി തിയറി പേപ്പർ ആകുമ്പോൾ ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആവും, ക്യുമുലേറ്റീവ് ലേണിംഗ് മെത്തേഡ്. നിങ്ങൾ സെക്കൻഡ് ഡേ 5ഉം 6ഉം 7ഉം ടോപ്പിക് പഠിക്കുമ്പോൾ, നമ്മൾ ആദ്യം മുതൽ പഠിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. പഠിക്കുമ്പോൾ ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ 1, 2, 3, 4 ടോപ്പിക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് തേർഡ് ഡേ ആവുമ്പോൾ അവിടെയും ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. ഓക്കെ, കുറച്ചുകൂടി സ്പീഡ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, റെക്കോർഡഡ് ക്ലാസ് ആണല്ലോ, ഇപ്പൊ ചോദിക്കാൻ പറ്റില്ലല്ലോ. 20th ഡേ ആവുമ്പോൾ സാർ ലാസ്റ്റ് 19 ഡേയ്സ് ഈ 15 മിനിറ്റ് കൊണ്ട് എങ്ങനെ വായിക്കും? ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു 4th ഡേ ഇത് വായിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഫസ്റ്റ് ഡേ നിങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കുക. ആദ്യ ദിവസം മുതൽ 4ഓ 5ഓ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസം ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വരും. എപ്പോഴും 3 ദിവസം 2 ദിവസം 3 ദിവസത്തെ റിവിഷനിൽ വെച്ചാൽ മതി. അപ്പൊ ഓരോ ദിവസം അവിടെ കുറഞ്ഞു വരും. കാരണം നിങ്ങൾക്ക് 4ാമത്തെ ദിവസം ഇത് എടുത്തിട്ട് ഈ ടോപ്പിക് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലേക്ക് പോയിന്റ്സ് ഒക്കെ വന്നു കഴിയും. ദാറ്റ് മീൻസ് യു ആർ തറോ വിത്ത്. ഇൻ ദിസ് വേ ദാറ്റ് യു ഹാവ് ടു ലേൺ. അങ്ങനെ പഠിച്ചാൽ ആ സ്റ്റഡി ലീവ് എന്ന് പറയുന്ന ദിവസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഫുൾ കോൺഫിഡന്റ് ആവും എക്സാമിന്. പക്ഷേ ഞാൻ ഇത് പറഞ്ഞു തന്നാലും ഒരു 3-4 പേരൊക്കെ ഇത് അഡോപ്റ്റ് ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ പഴയ പോലെ ബാക്കിയുള്ളവരുടെ സ്ട്രാറ്റജി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഇതിൽ അങ്ങനെ പോകും. വീണ്ടും സ്റ്റഡി ലീവ് അങ്ങനെയുള്ള. പിന്നെ ചില സാഹചര്യങ്ങൾ ചിലർക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് കാണണം. അങ്ങനെ അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് അഡോപ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇതാണ് ആകെ തുക. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഞാൻ നന്ദകുമാർ. എന്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്, ഷൊർണൂരിനടുത്താണ്. തൃശ്ശൂർ ജില്ലയിലാണ്, പക്ഷെ ഷൊർണൂരിനടുത്താണ്. ഷൊർണൂർ പാലക്കാട് ജില്ലയിലാണ്. ഞാൻ MBA ഫിനാൻസ് ആണ്, CA CMA ഫൈനലിസ്റ്റ് ആണ്. എനിക്ക് കഴിഞ്ഞ ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് ഞാൻ ടീച്ചിങ്ങിൽ തന്നെയാണ്. അതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നു. വളരെ ഹൈ പൊസിഷനിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും ഉണ്ട്. ഒരു 15 ഇയേഴ്സോളം ടീച്ചിങ് ആയിരുന്നു പാഷൻ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കരുത് ലാസ്റ്റ് 10 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് 10 വർഷം പഠിപ്പിച്ചത് CA CMA മാത്രമാണ്. അതിനു മുമ്പും MCOM BCOM ഒക്കെ ഒരുപാട് വർഷങ്ങളോളം പഠിപ്പിച്ചിട്ടുണ്ട്. ജോലിയുടെ ഒപ്പവും പഠിപ്പിച്ചിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനം 5 ഡേ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഫുൾ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് കുറെ വർഷങ്ങളോളം പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. ഇതാണ് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അപ്പൊ നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രോബ്ലം ഫസ്റ്റ് അങ്ങനെ ചെയ്തു തുടങ്ങുകയില്ല. അപ്പൊ നമുക്ക് കോർപ്പറേറ്റ്, അപ്പൊ കമ്പനി അക്കൗണ്ട്സ് ആണ്. അപ്പോൾ എന്താണ് കമ്പനി, ഡെഫിനിഷൻ ഓഫ് കമ്പനി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ,
അപ്പൊ ലോ പഠിച്ചവർക്ക്, കമ്പനി ലോ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചവർക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ചിലർ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും ആദ്യം പഠിക്കുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ലോ അറിയില്ലല്ലോ, കമ്പനി ലോ. പിന്നെ ചിലർക്ക് എക്സംഷൻ കിട്ടിയവരുണ്ടാവും, കാറ്റിന്റെ എക്സംഷൻ കിട്ടിയവർ. എക്സംഷൻ കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ പലർക്കും ഞാൻ ചോദിക്കുന്ന സമയത്ത് പലർക്കും എക്സംഷൻ കിട്ടി, പക്ഷെ അവർക്ക് അറിവില്ല പല കാര്യങ്ങളിലും. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് 100 മാർക്ക് കിട്ടി, ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് എത്ര മാർക്ക് കിട്ടി, 100 മാർക്ക് കിട്ടി. പക്ഷെ സബ്ജക്റ്റിലേക്ക് ചോദിക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദാറ്റ് 100 മാർക്ക്? ഓക്കെ എന്ന് പറയുന്ന പോലെ. അപ്പോ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ കഴിയുന്നതും കൺസെപ്ച്വലി പഠിക്കാൻ നോക്കുക. പക്ഷെ എന്നാലും ആരും 100% പെർഫെക്റ്റ് ഒന്നും അല്ല, ഞാനും അല്ല. ഓക്കെ, അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. എന്നാലും നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, നൗ കം ടു ദിസ്. ദെൻ അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഷെയർസ് ആണ്. അപ്പൊ അതിലേക്ക് ആ പ്രോബ്ലം ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചില ഏരിയാസ്, തിയറീസ്, അതായത് അതിന്റെ ഫണ്ടമെന്റൽസ്, അതായത് കമ്പനി ലോ, കമ്പനീസ് ആക്ടിനെ കുറിച്ചിട്ട് നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കമ്പനിയെ കുറിച്ചിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. Then, so come to this. So first of all, what is ഈ നോട്ട്? ഇത് മുഴുവൻ എഴുതി കാണിക്കുകയാണ് ചെയ്യുക. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം, ആദ്യമേ പറയുന്നു. അപ്പോ നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് പോസ് ചെയ്യാം, പോസ് ചെയ്തിട്ട് ബുക്ക് എടുത്ത് വെക്കാം. കാരണം ഞാൻ നോട്ട് ചെയ്യുന്നില്ല, പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുക. സോ ബി റെഡി വിത്ത് ബുക്ക് ആൻഡ് പെൻ ഓൾവേസ്. സോ ദെൻ കമ്പനി എന്താണ് കമ്പനി? ഫസ്റ്റ് ഓഫ് ഓൾ ബ്രീഫ് നോട്ട് ആയിട്ടാണ് കാണിക്കുക. ഇനിയൊരു കാര്യം പറയാം, പരീക്ഷയ്ക്ക് ഒരുപാട് എഴുതുന്നതിലല്ല കേട്ടോ മാർക്ക് കിട്ടുന്നത്. അങ്ങനെ വിചാരിക്കരുത്, പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രിസൈസ്ലി നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് ആ ചോദിക്കുന്നതിന് എഴുതുക, അതാണ്. ചിലർ വിചാരിക്കും ഒരുപാട് കണ്ടന്റ് ആണ് മാർക്ക്, അത് തെറ്റിദ്ധാരണയാണ്. ഓക്കെ, കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. വോളണ്ടറി അസോസിയേഷൻ. വോളണ്ടറി മീൻസ് സമയത്യ, കുറെ പേരുടെ ഒരു കൂട്ടായ ഒരു സംരംഭം ആണ് എന്ത്? കമ്പനി എന്ന് പറയുന്നത്. ആ വോളണ്ടറി അസോസിയേഷൻ എന്തിനാണ് ഫോം ചെയ്യുന്നത്? ടു ക്യാരി സം ബിസിനസ്, ടു ക്യാരി ഓൺ സം ബിസിനസ്. ഓക്കെ, എനിക്കൊരു ആശയമുണ്ട്, നിങ്ങൾക്കൊരു ആശയമുണ്ട്, നമ്മുടെ ആശയം ഏകദേശം ഒരുപോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കും. ഓക്കെ, അതിൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിലേക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ബൈ കോൺട്രിബ്യൂട്ടിങ് ഫണ്ട്, അതിനാണ് എന്ത് പറയുക? ക്യാപിറ്റൽ. ബൈ കോൺട്രിബ്യൂട്ടിങ് ഫണ്ട്, ഈ ആൾക്കാർ കോൺട്രിബ്യൂഷൻ ഓഫ് ഫണ്ട്, അതിനാണ് എന്ത് പറയുക? ക്യാപിറ്റൽ. ഓക്കെ, അതിനെന്താണ് പറയുക? ക്യാപിറ്റൽ, മൂലധനം. അത് ഈ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യും ഷെയറുകളായിട്ട്, പല യൂണിറ്റുകളായിട്ട്. അപ്പൊ നമ്മൾ ഒരു സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ മൊത്തം ഫണ്ട് ക്യാപിറ്റൽ എന്ന് പറയും. കമ്പനിയിൽ ടോട്ടൽ ക്യാപിറ്റൽ ഒരുപാട് പേര് ഇറക്കുന്നത് കൊണ്ട് ഓരോ ഷെയർ ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ സേ 10 lakhs ഉണ്ടെങ്കിൽ, സേ 10 lakhs ഉണ്ട് വിചാരിക്കുക, ക്യാപിറ്റൽ 10 lakhs ഉണ്ടെങ്കിൽ ഈ 10 lakhsൽ എനിക്ക് ഞാൻ ഇപ്പോൾ 100 രൂപയുടെ ഷെയർ ആയിട്ട് തിരിക്കുകയാണ്. ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഭാഗം. അപ്പോൾ 10,000 ഷെയർ ആണ്. അപ്പൊ 10,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്, ഇതാണ് ആ കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് വിചാരിച്ചു. 10,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്, ഓരോ ഷെയറിന്റെയും വില 100 രൂപ. അപ്പൊ എന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഞാൻ അതിനെ അപ്ലൈ ചെയ്യും. എത്ര? എനിക്ക് ഇതിലാകെ 10,000 ഷെയർസ് ആണുള്ളത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ 100 ഷെയർ എടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് 100 ഷെയർ അപ്ലൈ ചെയ്യും. ആ 100 ഷെയർ കമ്പനി അലോട്ട് ചെയ്താൽ, അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓരോ ഇത് ഷെയർസ് ആണ്. അപ്പൊ 100 ഷെയർസ് ഇൻറ്റു ₹100. അപ്പൊ ഞാൻ എത്ര രൂപ കമ്പനിയിലേക്ക് കൊടുക്കണം? 10,000 രൂപ കമ്പനിയിലേക്ക് കൊടുക്കണം. അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യും? അവരവരുടെ കഴിവിനനുസരിച്ച് ഷെയറിന് അപ്ലൈ ചെയ്യും. അവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ പലവരുടെയും പണം ആണ് ഇത് കിടക്കുന്നത്. ആ ഒരു യൂണിറ്റിനെ ഇങ്ങനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു യൂണിറ്റിന്റെ പേരാണ് എന്ത്? ഷെയർ. അപ്പൊ വാട്ട് ഈസ് ഷെയർ മീൻസ്? ഷെയർ ഈസ് ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഷെയർ മീൻസ് ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു ഓഹരി എന്ന് പറയില്ലേ? ഷെയർ മീൻസ് ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഷെയർ ക്യാപിറ്റലിൽ ഒരു ഷെയർ, നമ്മുടെ ഷെയർ, എന്റെ ഷെയർ, ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ എന്റെ ഷെയർ ടോട്ടൽ 10 lakhs, ₹10 lakhsൽ നന്ദകുമാറിന്റെ ഷെയർ എത്രയാ? 10,000. ഓക്കെ, സോ ഷെയർ ക്ലിയർ ആയില്ലേ?
അതാണ് കോൺട്രിബ്യൂഷൻ ഓഫ് ഫണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, ദെൻ അത് നമുക്ക് ട്രാൻസ്ഫറബിൾ ആണ്. ഷെയർസ് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഷെയർസ് ആണ്. ഷെയർസിന്റെ അത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോഴും ആ ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, വേറൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ? സി, നമ്മൾ നാച്ചുറൽ പേഴ്സൺ ആണ്, ഹ്യൂമൻ ബീയിങ്സ് നാച്ചുറൽ പേഴ്സൺ ആണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ മീൻസ് ക്രിയേറ്റഡ് ബൈ ലോ, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. നിയമത്തിന്റെ കണ്ണിൽ കമ്പനിയും നമ്മളെ പോലെ ഒരു വ്യക്തിയാണ്. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അതായത് നമുക്ക് കമ്പനിയായിട്ട് ഡീൽ ചെയ്യാം. എനിക്ക് നിങ്ങളായിട്ടൊരു ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യണ പോലെ എനിക്ക് ഒരു കമ്പനിയായിട്ട് ഡീൽ ചെയ്യാം. അപ്പൊ ആ കമ്പനി അപ്പൊ ഒരു എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളായിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഒരു നാച്ചുറൽ പേഴ്സൺ ആയിട്ട് ഡീൽ ചെയ്യുന്ന അതേപോലെ തന്നെ എനിക്കൊരു കമ്പനി ആയിട്ടും ഡീൽ ചെയ്യാം. അപ്പോൾ ആ എഗ്രിമെന്റിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ, കമ്പനി വിൽ ബി ഹെൽഡ് ലയബിൾ ആസ് ഒരു ഹ്യൂമൻ ബീയിങ്. നിങ്ങൾ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തിയായിട്ട് ട്രാൻസാക്ഷൻ ബിസിനസ് പർപ്പസിന് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, എഗ്രിമെന്റ് എൻ്റർ ചെയ്യാം, അതുപോലെ ട്രാൻസാക്ഷനിൽ ഏർപ്പെടാം. അപ്പോൾ കമ്പനി വിൽ ബി ഹെൽഡ് ലയബിൾ ഇൻ കേസ് വീഴ്ച വരുത്തിയാൽ. അതുകൊണ്ട് ഒരു വ്യക്തി, അത് എന്തിനാ പറഞ്ഞു വെച്ചാൽ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിയമത്തിൽ കമ്പനിയെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ബിക്കോസ് എന്താണ്? അതൊരു നാച്ചുറൽ പേഴ്സൺ അല്ല. കണ്ണും മൂക്കും ആത്മാവും ശരീരമുള്ള നമ്മളാണ് നാച്ചുറൽ പേഴ്സൺ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ ലീഗൽ ഡെഫിനിഷൻ, അതായത് കമ്പനിയുടെ ഡെഫിനിഷൻ കമ്പനീസ് ആക്ടിൽ പറഞ്ഞു. കമ്പനീസ് ആക്ട് 2013 ഡെഫിനിഷൻ സെക്ഷൻ 220 ആണ് പറയുന്നത്. ഇതൊന്നും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ചോദിക്കില്ല, ബട്ട് നമ്മൾ സബ്ജക്ട് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറയുകയാണ്. സെക്ഷൻ 220 എന്താണ് കമ്പനിയെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്? സി, എ കമ്പനി മീൻസ് എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. നിങ്ങളുടെ ബുക്കിലുണ്ട്, അതുകൊണ്ട് ഞാനിത് എഴുതുന്നില്ല, ടൈം നമുക്ക് സേവ് ചെയ്യാലോ. A company is a company formed and registered under the act or any previous companies act or previous company law. Okay, എന്ന് പറഞ്ഞാൽ സെക്ഷൻ 220 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ്. ഇതിന് മുമ്പ് ഒരു ആക്ട് ഉണ്ടായിരുന്നു, കമ്പനീസ് ആക്ട് 1956. ഇതുവരെ 2013 വരുന്നത് വരെ കമ്പനീസ് ആക്ട് 2013. ആക്ട് 2013 ആണെങ്കിലും അത് ഇഫക്റ്റീവ് ആയത് 1/4/2014 മുതലാണ്. ഓക്കെ, ആക്ട് 2013 ആ ആക്ട് ഇഫക്റ്റീവ് ആയത്, പ്രാബല്യത്തിൽ വന്നത് 1/4/2014 മുതൽ ആണ്. ഓക്കെ, ആക്ട് 2013 ആണ്. ആ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 ക്ലോസ് 20 അത് പറഞ്ഞിരിക്കുന്നത്. സബ്സെക്ഷൻ 20 പറഞ്ഞിരിക്കുന്നത് എന്ത്? A company means a company formed and registered under this act, under the act. The act means the Companies Act, the act, that particular act, Companies Act 2013 or any other previous company law or Companies Act. അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് 1956 രജിസ്റ്റർ ചെയ്ത കമ്പനികൾ ഇപ്പോൾ ഓടുന്നുണ്ട്, അല്ലാതെ അതെല്ലാം പൂട്ടിപ്പോയിട്ടൊന്നുമില്ല. ആ കമ്പനികൾക്കും കമ്പനീസ് ആക്ട് 1956 അതിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്പനികൾക്കും ബാധകമായിട്ടുള്ള കമ്പനീസ് ആക്ട് ഏതാണ്? കമ്പനീസ് ആക്ട് 2013 ആണ്. സോ അപ്പോ കമ്പനീസ് ആക്ട് 1956 പറഞ്ഞതും ഈ ആക്ട് പ്രകാരം കമ്പനിയാണ്. പിന്നെ ഈ കമ്പനിയുടെ ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ കമ്പനീസ് ആക്ട് 2013 ആക്ടിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക. സോ both the companies registered under Companies Act 2013 and companies registered under Companies Act 1956 are companies as per Companies Act 2013 ആണ് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? യെസ്. ദെൻ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി. ഓക്കെ, ഇപ്പോ ഇത് കമ്പനി ലോ പഠിച്ച ആൾക്കാരോട്, ഫസ്റ്റ് കമ്പനീസ് ആക്ട് പഠിച്ചിട്ടുള്ളവരോട് ചോദിച്ചാൽ അവര് 2-3 ചിലർ പറയും, അപൂർവം ചിലർ മുഴുവൻ പറയും. അവരിങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് കാണാം. എന്താണോ അങ്ങനെ ഒന്ന് അവര് മെമ്മറിയിൽ വരാത്തത് സ്വാഭാവികമായിട്ട്. രണ്ടാമത് ചിലപ്പോൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് റീകളക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ. അതിന്റെ കുറവ് കൊണ്ടാവാം.
പിന്നെ ചിലപ്പോൾ ഇൻട്രസ്റ്റിന്റെ കുറവ് ഉണ്ടാവാം, ചിലപ്പോൾ ലോയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ജനറലി അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ട്. സി എക്കാർക്ക് കുറച്ചുകൂടി സ്റ്റുഡൻസിൽ ലോ പഠിക്കാൻ കുറച്ചും കൂടി ഇത് കണ്ടിട്ടുണ്ട് CMA. ഇതും എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ജനറലി ഉള്ള കാര്യമാണ് പറഞ്ഞത്. പർട്ടിക്കുലർലി ചിലപ്പോൾ ഒരു CMA സ്റ്റുഡന്റ് ചിലപ്പോൾ വേറൊരാളെക്കാൾ എത്രയോ ബ്രൈറ്റ് അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. നൗ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ജസ്റ്റ് ഇങ്ങനെ പറയാം, ബുക്ക് പോലെ എല്ലാം ബുക്കിഷ് ആയിട്ടല്ല കേട്ടോ പറയുക. അപ്പൊ ഫസ്റ്റ് ഞാൻ ഓർഡറിലും അല്ല പറയുക. ഓക്കെ, പെർപച്വൽ സക്സഷൻ. പെർപച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കമ്പനി പെർപച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഈ കമ്പനിക്ക് ഒരു ഫീച്ചർ ഉണ്ട്, വേറൊരു ഫീച്ചർ ഉണ്ട്, സെപ്പറേറ്റ് ഞാനിവിടെ എല്ലാം എഴുതാം. ഓക്കെ, separate legal entity, transferability of shares, incorporated association. ഈ അക്ഷരം ചിലപ്പോ ചിലർക്ക് ഐ ആയിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഐ ആയിട്ട് എഴുതാം. Incorporated association. Then can sue and be sued. സിയില് ഒന്നും കൂടി ഉണ്ട്, കോമൺ സി. എഴുതി. നോ ഇവിടെ ഒരു ഇത് കാണാം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പൊ ഓൾറെഡി പറഞ്ഞു കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇൻ ദി ഐസ് ഓഫ് ലോ കമ്പനി ഈസ് ഓൾസോ എ പേഴ്സൺ. അതായത് നിയമത്തിന്റെ കണ്ണിൽ എന്താണ്, കമ്പനിയും എന്താണ്, ഒരു വ്യക്തി ആണ്. ഇൻ ദി ഐസ് ഓഫ് ലോ കമ്പനി ഈസ് ഓൾസോ എ പേഴ്സൺ. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഓർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ മീൻസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി വന്നത് നിയമത്തിലൂടെയാണ്. കമ്പനി ബുക്കിലൂടെ, നമ്മള് എന്താണ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണ് എന്ന് പറഞ്ഞ പോലെ കമ്പനി ബുക്കിലൂടെയാണ് വന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലോയിലൂടെയാണ് വന്നത്. അപ്പൊ അത് റെക്കോർഡിക്കലി ആണ് വന്നത്. ഞാൻ ബുക്ക് എന്ന് ഉദ്ദേശിച്ചത് റെക്കോർഡിക്കലി ആണ് വന്നത്. ഓക്കെ, പക്ഷെ അതിന് നിയമത്തിലൂടെ വന്നതാണ്. അപ്പൊ അത് പോകുന്നത് നിയമത്തിലൂടെ തന്നെ പോകണം. ഓക്കെ, നമ്മൾ മരിക്കുന്നത് വരെ. സോ ബുക്കിലൂടെ വന്നതാണ്, അല്ലെങ്കിൽ നിയമത്തിലൂടെ വന്നതാണ്, റെക്കോർഡിക്കലി ഉള്ളതാണ്. ബട്ട് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. സിൻസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നമ്മളെ പോലെ തന്നെ അതിനെ ഒരു വ്യക്തിയായിട്ടാണ് കാണുക. ക്ലിയർ ആയില്ലേ? നൗ അപ്പോ അതൊരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മുടെ ഷെയർ അവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞു നമ്മുടെ ഷെയർ അതിലുണ്ട്, ആ കമ്പനിയിലുണ്ട്. ഇത് എന്നെ പോലെ ഒരുപാട് പേര് ഷെയർ എടുത്തിട്ടുണ്ട്, നിങ്ങളും ഷെയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് പേരുടെ ഷെയർ അതിലുണ്ട്. നമ്മളെല്ലാം ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോ നമ്മളൊരു വ്യക്തിയാണ്, കമ്പനി മറ്റൊരു വ്യക്തിയാണ്. നമ്മളൊരു വ്യക്തിയാണ്, കമ്പനി മറ്റൊരു വ്യക്തിയാണ്. നിയമത്തിൽ അങ്ങനെ കാണും. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പഠിച്ചവർക്കറിയാം. അല്ലെങ്കിൽ അക്കൗണ്ട്സ് +2 പഠിക്കുമ്പോൾ പോലും അത് പഠിക്കുന്നുണ്ട്. ബിസിനസ് എൻറ്റിറ്റി ഫൗണ്ടേഷൻ പഠിച്ചാലും ഉണ്ട്, കാറ്റിന് പഠിക്കുമ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് പഠിച്ചാലും അതുണ്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അതിലും പറയുന്നുണ്ട്.
ബിസിനസ്സും രണ്ടും രണ്ടായിട്ട് കാണണം. അത് തീർച്ചയായിട്ടും ഇവിടെ നിർബന്ധമായിട്ടും വരും. കാരണം എന്താ വെച്ചാൽ കമ്പനി അല്ലെങ്കിൽ നിയമപ്രകാരം എന്താണ് ഒരു വ്യക്തിയാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ അതിന്റെ ഓണേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് ഉണ്ട് കമ്പനിക്ക്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. കമ്പനി ഒരു വേറൊരു വ്യക്തിയാണ്. ഓക്കെ, നാച്ചുറൽ പേഴ്സൺ അല്ലാതെ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ലീഗൽ എൻറ്റിറ്റിയാണ്. കാരണം അതൊരു സ്ഥാപനമാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതിനൊരു എൻറ്റിറ്റിഷിപ്പ് ഉണ്ട് നേരത്തെ. അതുകൊണ്ടാണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞത്. അതൊരു വേറൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ആ ഷെയർ ഹോൾഡേഴ്സിൽ എന്ത് മാറ്റം സംഭവിച്ചാലും, നമ്മൾ ഓണേഴ്സ് ആണ്, ഷെയർ ഹോൾഡേഴ്സിൽ എന്ത് മാറ്റം സംഭവിച്ചാലും കമ്പനി ഒരു വ്യക്തിയായിട്ട് തന്നെ, കമ്പനി നിയമത്തിലൂടെ വന്നാണ്, കമ്പനി ഒരു വ്യക്തിയായിട്ട് തന്നെ എന്ത് ചെയ്യും, നിലനിൽക്കും. ആ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് സംഭവിച്ചാലും. ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു 20 പേര് ഒരു കമ്പനി ഫോം ചെയ്തു. കമ്പനി ഫോം ചെയ്തിട്ട് എന്ത് ചെയ്തു വെച്ചാൽ, പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, കമ്പനി റെക്കോർഡിക്കലി ആയി, ജസ്റ്റ് അതിന്റെ പേപ്പർ വർക്ക് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ആ സന്തോഷത്തിൽ അവർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാം, വയനാട്ടിലേക്ക് പോകാം, ട്രിപ്പ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ അവർ പോവുകയാണ്, 20 പേരും കൂടി ഒരു വണ്ടിയിൽ പോവാണ്. അവരാണ് ഷെയർ ഹോൾഡേഴ്സ്, 20 പേരേ ഉള്ളൂ തുടക്കത്തിൽ. അപ്പൊ അവരെങ്ങനെ പോകുമ്പോൾ താമരശ്ശേരി ചുരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 9 എയർ പിൻ കേർവ്സ് ഉണ്ട്. അതങ്ങനെ കയറുമ്പോ കുറച്ച് മുകളിലെത്തിയപ്പോ ഈ വണ്ടി മറിഞ്ഞു. കുറച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, അപ്പൊ നിങ്ങൾക്ക് മറക്കില്ല ഒരിക്കലും. അങ്ങനെയാണ് മനുഷ്യന്റെ ഒരു ഇത്. നെഗറ്റീവ് എക്സാമ്പിൾ പറഞ്ഞാൽ അത് ഒരിക്കലും മറക്കില്ല പോസിറ്റീവ് എക്സാമ്പിളിനേക്കാൾ. അപ്പൊ അത് ആ വണ്ടി മറിഞ്ഞത് ഒരുപാട് പ്രശ്നമായി. 20 പേരും മരിച്ചു. സ്റ്റിൽ ദ കമ്പനി എക്സിസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും മരിച്ചു, ഓണേഴ്സ്. സ്റ്റിൽ ദ കമ്പനി എക്സിസ്റ്റ്. അതിനാണ് പറയുക പെർപച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് നിലനിൽപ്പുണ്ട്. പെർപച്വൽ സക്സഷൻ കമ്പനി. അപ്പോ ഷെയർ ഹോൾഡേഴ്സിൽ എന്ത്, ഇനിയിപ്പോ മരിക്കാതെ തന്നെ ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിൽ മാറ്റം വന്നു. കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് പഴയ ആൾക്കാർ പോയി, പുതിയ ഷെയർ ഹോൾഡേഴ്സ് വന്നു. അപ്പോഴും ആ കമ്പനി ഒരു വ്യക്തിയായിട്ട് തന്നെ നിലനിൽക്കും. അതാണ് പെർപച്വൽ സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, സേ ₹10 lakh ആണ് ഷെയർ ക്യാപിറ്റൽ. ₹10 lakh ആണ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിചാരിക്കും. ഇത് എക്സാമ്പിൾ ആണ്. അതിൽ ഓരോ ഷെയറിന്റെയും വില 100 രൂപയാണെന്ന് പറഞ്ഞു. അതായത് 10,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 10,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 10,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. ഓക്കെ, അപ്പോ ഈ ഷെയർസ് കമ്പനി ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത് 10,000 ആണ്. നമ്മൾ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പനീസ് പഠിക്കും, അപ്പോഴാണ് അതിൽ ക്ലാരിറ്റി വരിക. അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത് 10,000 രൂപയാണ്. അപ്പൊ ഈ 10,000 രൂപ എന്ന് ചിലപ്പോ ഞാൻ ഒറ്റയടിക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ കമ്പനി പലപ്പോഴായിട്ടാണ് ഇത് വിളിക്കുക. നമ്മൾ പഠിക്കും ഇഷ്യൂ ഷെയർസ്. ചിലവർ പഠിച്ചിട്ട് വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്തായി പറയുന്നതെന്ന്. ആ ഫ്രഷ് ആയി കേൾക്കുന്നവർക്ക് ഓക്കെ അറിയുണ്ടാവില്ല. പക്ഷെ ചിലര് എന്തായാലും പിന്നെ ഇതിനു മുമ്പ് ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ അതിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയായാലും അപ്പോ ഈ 10,000 രൂപ ചിലപ്പോൾ ഒന്നിച്ച് വാങ്ങിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ കമ്പനി പലപ്പോഴായിട്ടാണ് വാങ്ങുക. അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി എന്ന് പറഞ്ഞിട്ട് വാങ്ങും. ഒരു ഷെയറിന് 100 രൂപയാണല്ലോ, അത് പലപ്പോഴായിട്ടാണ് വാങ്ങുക. അപ്പോ കമ്പനിയുടെ ബാധ്യത, ലയബിലിറ്റി, കമ്പനി ബിസിനസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ബാധ്യതകൾ ഉണ്ടാവുമല്ലോ. ബിസിനസ് ചെയ്യുമ്പോൾ എന്തായാലും ബാധ്യതകൾ ഉണ്ടാവും. അസറ്റ്, ലയബിലിറ്റി, അതിന്റെ ഒരു നേച്ചർ ആണ്. കമ്പനിയുടെ ബാധ്യതകൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ബാധ്യതയാണ്. മനസ്സിലായോ? കാരണം കമ്പനി ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ബാധ്യതയാണ്, എന്റെ ബാധ്യതയാണ് എന്ന് പറയുന്ന പോലെ കമ്പനിയുടെ ബാധ്യതയാണ്. അപ്പോ അതിൽ ഷെയർ ഹോൾഡർ റോൾ എന്ന് പറഞ്ഞാൽ എത്രയാണോ എന്റെ ലയബിലിറ്റി, ഞാൻ എത്ര ഷെയർ എടുത്തത്, 10,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. അതിൽ ഞാൻ 100 ഷെയർ ആണ് എടുത്തിട്ടുള്ളത്, 100 രൂപയുടെ. എന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയിലേക്ക് 10,000 രൂപ കൊടുത്താൽ എന്ത് ചെയ്തു, എന്റെ ബാധ്യത കഴിഞ്ഞു. അല്ലാത്ത കമ്പനികൾ ഉണ്ട് കേട്ടോ. ജനറലി നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ജനറലി കമ്പനികളുടെ ലയബിലിറ്റി ആണ് പറയുന്നത്. അപ്പോ എന്തായി, എന്റെ ബാധ്യത. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് പഠിക്കും നമ്മൾ. എന്റെ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, കമ്പനിയുടെ ലയബിലിറ്റിയുടെ ആംഗിളിലല്ല പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി. അങ്ങനത്തെ കമ്പനികൾ ഉണ്ട്. ഓക്കെ, അപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ ഷെയർ ഹോൾഡേഴ്സിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ്, അതെങ്ങനെയാണ് പറയാന്നറിയോ, ടു ദി എക്സ്റ്റെന്റ് ഓഫ്, നമ്മൾ പഠിക്കും ഒന്നും കൂടി എന്നാലും അത് പറഞ്ഞത് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് nominal value or face value of shares, to the extent of nominal value or face value of shares, മുഖവില, face value of shares. എന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. എന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 രൂപ എന്ന് പറയുന്നതാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ. എന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 100 ഷെയർ ഞാൻ വാങ്ങിച്ചാൽ 100 × 100. അപ്പൊ എന്റെ ലയബിലിറ്റി അത്രേ ഉള്ളൂ. കമ്പനിക്ക് എത്രയോ ലയബിലിറ്റി ആയിക്കോട്ടെ, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയില്ലേ? അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ പറഞ്ഞില്ലേ, ഇത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതും പറഞ്ഞു. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർസ് എന്താണ്, ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ അതിൻ്റെതായിട്ട് നമ്മൾ ലോയിൽ പഠിക്കും. അത് ചില അതിന്റെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അത് പഠിക്കും നമ്മൾ ഏത് കമ്പനി ലോയിൽ. ട്രാൻസ്ഫറബിലിറ്റി, ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. Then generally, then incorporated association എന്ന് പറഞ്ഞാൽ incorporated means company is a registered association. നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് എന്താണ്? കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ എന്നാണ്, സ്വമേധയാ കുറെ പേരുടെ ഒരു കൂട്ടായ സംരംഭം ആണ് എന്നാണ്. അപ്പൊ ഇൻകോർപ്പറേറ്റഡ് മീൻസ് രജിസ്റ്റേർഡ് അസോസിയേഷൻ. കമ്പനി എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. എവിടെ? കമ്പനീസ് ആക്ടിൽ. ഓക്കെ, അതിനൊരു പോർട്ടൽ ഉണ്ട്. ഓക്കെ, അതിനൊരു പോർട്ടൽ ഉണ്ട്, MCA എന്ന് പറയും, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ. അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സ് ROC എന്ന് പറഞ്ഞാൽ, ROC എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഓരോ സ്റ്റേറ്റിലും ഒരു രജിസ്ട്രാർ ഉണ്ടാവും. എന്റെ അറിവില് 2 സ്റ്റേറ്റില്, ഇന്ത്യയിൽ 2 സ്റ്റേറ്റില് ഒന്നിൽ കൂടുതൽ രജിസ്ട്രാർ ഉണ്ട്. അതിലൊന്ന് മഹാരാഷ്ട്രയാണ്, പിന്നെ ബോംബെയിലുണ്ട്. ഓക്കെ, എന്നാണ് എന്റെ ഓർമ്മ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു രജിസ്ട്രാർ ഉണ്ടാവും. ആ രജിസ്ട്രാർ പിന്നെ എന്താ പറയുക, ഗവൺമെന്റ് സർവന്റ് ആണ്, മീൻസ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ക്ലിയർ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്താണ് ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യേണ്ടത്. രജിസ്ട്രാറിന്റെ അടുത്താണ് ഫയൽ പോവുക, നമ്മൾ ഫയൽ ചെയ്യുന്ന കാര്യം. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും നമ്മുടെ കമ്പനീസ് ആക്ട് 2000. ഇപ്പൊ നമ്മളൊരു പേരൊക്കെ നിശ്ചയിച്ച് അതിന് കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം കമ്പനീസ് ആക്ട് വിശദമായിട്ട് പഠിക്കും. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് കമ്പനി. അപ്പൊ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. അതാണ് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. നമുക്ക് വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതിൽ കാണിക്കുക എന്നാണ് ആ കമ്പനി വന്നത്, ഏത് ഡേറ്റിൽ ആണ്. അപ്പൊ സെപ്റ്റംബർ 15th ആണെന്നുണ്ടെങ്കിൽ 15th September 2026 അതിൽ കാണാം. ദാറ്റ് ഈസ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് ദി ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്പനി. ക്ലിയർ ആയല്ലോ? ദെൻ ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഞാൻ പറഞ്ഞു കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. നമ്മളെ പോലെ തന്നെ ഒരു വ്യക്തി ആണ് ആര്? കമ്പനി. അപ്പൊ കമ്പനിയായിട്ട് നമുക്ക് ട്രാൻസാക്ഷനിൽ ഏർപ്പെടാം, എഗ്രിമെന്റിൽ എത്താം. കമ്പനി വീഴ്ച വരുത്തിയാൽ കമ്പനിക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം. നമ്മൾ വീഴ്ച വരുത്തിയാൽ നമുക്കെതിരെ കമ്പനിക്ക് കേസ് കൊടുക്കാം. ഒരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുന്ന പോലെ, ഒരു നാച്ചുറൽ പേഴ്സൺ, ഒരു ഹ്യൂമൻ ബീയിങ് വേറൊരു ഹ്യൂമൻ ബീയിങ്ങിന് കേസ് കൊടുക്കുന്ന അതേപോലെ തന്നെ കമ്പനിക്ക് നമുക്കെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം. നമ്മൾ ആ എഗ്രിമെന്റിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ, കമ്പനി വീഴ്ച വരുത്തിയാൽ നമുക്ക് കമ്പനിയെ എന്ത് ചെയ്യാം? കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം. അതാണ് ക്യാൻ സ്യൂ മീൻസ്. ഇത് കമ്പനിയുടെ ആംഗിളിലാണ് പറയുന്നത്. കമ്പനി ക്യാൻ സ്യൂ അഗൈൻസ്റ്റ്, കമ്പനി ക്യാൻ സ്യൂ അതേഴ്സ് ആൻഡ് ബി സ്യൂഡ് ബൈ അതേഴ്സ്. കമ്പനി കേസ് കൊടുക്കപ്പെടാം മറ്റൊരാളാൽ. കമ്പനിക്ക് വേറൊരാളെ കേസ് കൊടുക്കാം. ദാറ്റ് ഈസ് ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതാണ്. ദെൻ അതൊരു ഫീച്ചർ ആണ്. ദെൻ കാരണം അത് വ്യക്തി ആയതുകൊണ്ടാണ്, കമ്പനിയും ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. ദെൻ കോമൺ സീൽ. ഇത് ഒബ്ജക്റ്റീവില് എസ്പെഷ്യലി കമ്പനിയിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കോമൺ സീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഒരു സ്ഥാപനത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് സീല് ചെയ്തിട്ട് തരും, എന്നാലേ അതിനൊരു വാലിഡിറ്റി കിട്ടും, ആ സ്ഥാപനത്തിന്റെ സീല്. അപ്പൊ നമുക്കൊരു റെസീറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒക്കെ സീല് ചെയ്തിട്ട് തരും. സീൽ ഉണ്ടാവും, ഒരു സ്ഥാപനത്തിന് സീലും കൂടി വേണം, എന്നാലേ അതിന് വാലിഡിറ്റി ഉള്ളൂ. എത്ര സൈൻ ചെയ്താലും ഒരു സീലും കൂടി വേണം. കമ്പനീസ് ആക്ട് 1956 സീല് നിർബന്ധം ആയിരുന്നു. സീൽ ഉണ്ടാവണം. ഒരു കമ്പനി ആണെങ്കിൽ കോമൺ സീൽ ഉണ്ടാവണം, നിർബന്ധം ആയിരുന്നു. ശരിക്കും അതൊരു മെറ്റാലിക്, കമ്പനി സെക്രട്ടറീസ് ഒക്കെ ചിലവർ ഉണ്ടാക്കി തരും. അത് ഒരു മെറ്റാലിക് ആയിരിക്കും, നമ്മുടെ സാധാരണ ഇതുപോലെയല്ല, കുറച്ചുകൂടി മെറ്റാലിക്. അതിങ്ങനെ മഷിയിൽ മുക്കേണ്ട ഇതില്ല, ഇംപ്രഷൻ ആണ്, മെറ്റാലിക് ആയിരിക്കും, കുറച്ച് വെയിറ്റ് ഉണ്ടാവും.
അപ്പോൾ അത് പേപ്പറിൽ എങ്ങനെ വെച്ചാൽ അതിങ്ങനെ അതിന്റെ ഇതവിടെ ഇങ്ങനെ പതിയും, അതായത് പാട് ഇങ്ങനെ വരും, പിന്നെ അത് ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കോമൺ സീൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേരുണ്ടാവും അതിൽ. ഓക്കെ, ദെൻ ക്ലിയർ ആയില്ലേ? അപ്പോ കോമൺ സീല് കമ്പനീസ് ആക്ട് 1956 നിർബന്ധം ആയിരുന്നു, വേണ്ടിയിരുന്നു. പക്ഷെ കമ്പനീസ് ആക്ട് 2013 ഇത് MCQ ആയിട്ട് ചോദിക്കാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ കമ്പനി ലോയിലോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പനീസ് ആക്ട് 2013 വേണ്ട എന്നല്ല, ഓപ്ഷണൽ ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ നമുക്ക് കോമൺ സീൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോമൺ സീൽ ഉണ്ടാക്കണ്ട. അപ്പൊ കോമൺ സീൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് കോമൺ സീൽ ഉണ്ടാക്കാം, ആരും എതിർപ്പില്ല. ആക്ട് ഒരിക്കലും അതിന് എതിർപ്പ് പറയുന്നില്ല, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്, ഇപ്പൊ ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയർ എടുത്ത ഒരാൾക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കും തെളിവായിട്ട്, നമുക്ക് അതിൽ സീൽ വെക്കാൻ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്, കമ്പനി കൊടുക്കുന്ന ഡോക്യുമെന്റിൽ അത് സീൽ ചെയ്യാം. ദർ ഇസ് നോ പ്രോബ്ലം. ബട്ട് ഇഫ് ദർ ഇസ് നോ സീൽ, നമ്മൾ ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് സീൽ ഉണ്ടാക്കാം, സീൽ ഉണ്ടാക്കാതിരിക്കാം, അതാ കമ്പനി ഫോം ചെയ്യുന്നവരുടെ ഇതല്ലേ. സീൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സീലിന് പകരം, ക്ലിയർ ആയില്ലേ? അപ്പോ എന്ത് ചെയ്യും? ഒന്നുകിൽ 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്യണം കമ്പനിയുടെ, ഒന്നുകിൽ 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്ടർ കമ്പനി സെക്രട്ടറിയും കൂടി സൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ, സീലിന് തത്തുല്യമാകാൻ വേണ്ടി. അത് നിങ്ങൾ ലോയില് പഠിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോ ഇതാണ് കമ്പനിയുടെ ഫീച്ചേഴ്സ്. നൗ ഓർക്കാൻ, എങ്ങനെയൊക്കെ ഓർക്കുക? ഇപ്പൊ ചിലർ ഇത് നിങ്ങൾക്ക് ഓർക്കാൻ, ഇവിടെ നോക്കൂ ഫ്രണ്ട്സ്, PLASTIC, പ്ലാസ്റ്റിക്. ഇത് പ്ലാസ്റ്റിക് എന്ന് മാത്രം ഓർത്താൽ പോരാ, ഇത് കണക്ട് ചെയ്യാനും കൂടി അറിയണം. ഓക്കെ, ഈസി വേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി. നിമോണിക്, റിട്ടൻഷൻ കോഡ്, റിട്ടൻഷൻ കോഡ് എന്ന് പറയുക, അല്ലെങ്കിൽ നിമോണിക്, ഓർത്തിരിക്കാൻ എളുപ്പം. ഇനി ഓർക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, അപ്പൊ പഠിക്കുക. ഓക്കെ, നൗ ടൈപ്പ് ഓഫ് കമ്പനീസ്. അടുത്തത് ടൈപ്പ് ഓഫ് കമ്പനീസ്. സാധാരണയായിട്ട് ഞാൻ കമ്പനി ലോ എടുക്കാറുണ്ട്, ആ സമയത്ത് ഒരു ചാർട്ടാണ് കൊടുക്കുക. പക്ഷെ ഇപ്പോൾ ഞാൻ ചാർട്ട് ചെയ്യുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതല്ല, ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെയും പഠിക്കാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് കമ്പനീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പനീസ്. അപ്പോൾ അതില് ഫസ്റ്റ് വൺ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അതായത് ബേസ്ഡ് ഓൺ, നമുക്ക് പലതരത്തിൽ കമ്പനിയെ പഠിക്കാം. അത് ബേസ്ഡ് ഓൺ ലയബിലിറ്റി. നേരത്തെ അത് പറഞ്ഞു, അപ്പൊ ഒന്നും കൂടി അത് തന്നെ പറയാം ആദ്യം എന്ന് വെച്ചിട്ടാണ്. ബേസ്ഡ് ഓൺ ലയബിലിറ്റി, ബാധ്യത അനുസരിച്ച്. ബേസ്ഡ് ഓൺ ലയബിലിറ്റി, ബാധ്യതയെ ബേസ് ചെയ്തിട്ട്, അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മള്. ഓക്കെ, കമ്പനി, ഫസ്റ്റ് വൺ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് നേരത്തെ പറഞ്ഞു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡറുടെ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് നോമിനൽ വാല്യൂ ഓർ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. അല്ലെങ്കിൽ വേറൊരു രീതിയിലും പറയാം, എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദ ഷെയർസ്. രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ദ ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡറുടെ ലയബിലിറ്റി. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിട്ടാണ് കമ്പനി ഫോം ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്, മെല്ലെയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, 1 second friends, 1 second. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിട്ട് ഫോം ചെയ്യുന്ന കമ്പനികൾ ആണെങ്കിൽ ആ കമ്പനി, അങ്ങനത്തെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ്
limited to the extent of nominal value or face value of shares. ഇങ്ങനെയും പറയാം. ഇതാണ് നേരത്തെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000 രൂപയാണ് ഞാൻ നിക്ഷേപിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അത് 100 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 100 ഷെയർ ഞാൻ എടുത്തു. ഓരോ ഷെയറിന്റെയും വില 100 രൂപയാണ്. അങ്ങനെയാണ് 10,000 ആയത്. അപ്പോ എനിക്ക് ഒരു ഷെയറിന്റെ മുകളിൽ കമ്പനിയിലേക്ക് കൊടുക്കേണ്ടത് എത്രയാണ്? ഒരു ഷെയറിന്റെ മുകളിൽ 100 രൂപ. അതോടുകൂടി എന്റെ ബാധ്യത കഴിഞ്ഞു. ഞാൻ 100 ഷെയർ എടുത്തതുകൊണ്ട് അത് 10,000 ആയി. അത്രയേ ഉള്ളൂ. അതാണ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ്. ഏത് പരിധി വരെ? 100 രൂപ. ഒരു ഷെയറിന്റെ മുകളിൽ 100 രൂപ വരെ കൊടുക്കാനുള്ള ബാധ്യത എനിക്കുള്ളൂ. ഞാൻ 100 ഷെയർ എടുത്തുകൊണ്ട് 10,000 ആയി. ഇത് വേറൊരു രീതിയിലും പറയാം. എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് എമൗണ്ട് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ്. ഇത് കോമൺ ആയിട്ട് വരും. എമൗണ്ട് അൺപെയ്ഡ് ഓൺ ഷെയർസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ഷെയർസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പറയാൻ പറ്റണം. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾ ആ സബ്ജക്റ്റിൽ ഇതായി എന്നും നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റേത് ഇങ്ങനെ എന്തോ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ കുറെ പേര് പറയാറുണ്ട്. സോ ട്രൈ ടു ഗ്രാസ്പ്. ഓക്കെ, എമൗണ്ട് അൺപെയ്ഡ് ഓൺ ഷെയർസ് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഷെയർ ഞാൻ പറഞ്ഞു. 100 രൂപയുടെ ഷെയർ പലപ്പോഴായിട്ട് സേ അപ്ലിക്കേഷൻ മണി 20 രൂപ, അലോട്ട്മെന്റ് മണി. ആദ്യം നമ്മൾ ഷെയറിന് അപ്ലൈ ചെയ്യുമ്പോൾ 20 രൂപ കൊടുക്കും. പിന്നെ ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ 40 രൂപ. ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ, മാറാമത്. ദെൻ കമ്പനി വിളിക്കും പലപ്പോഴായിട്ട്. ഇപ്പൊ 60 രൂപയായി. പിന്നെ ഒരു കമ്പനി ഒരു 20 രൂപ വീണ്ടും വിളിച്ചു, ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട്. കമ്പനി വീണ്ടും ഒരു ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 20 വിളിച്ചു. ഇപ്പൊ 100 രൂപയായി. അങ്ങനെ കമ്പനി പലപ്പോഴും കമ്പനിക്ക് പൈസ ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ കൊടുക്കാനുള്ള പൈസ പലപ്പോഴായിട്ടാണ് കളക്ട് ചെയ്യുക, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. സോ ഇപ്പൊ നമുക്ക് അപ്ലിക്കേഷൻ മണി, ഉദാഹരണത്തിന് അപ്ലിക്കേഷൻ മണി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ കൊടുത്തിട്ടുണ്ട്. അലോട്ട് ചെയ്തപ്പോൾ 40 രൂപ കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഈ സ്റ്റേജിലാണ് വിചാരിക്കുക. അപ്പൊ നമ്മൾ 60 രൂപ കൊടുത്തു. അപ്പൊ ഇനി നമ്മുടെ ലൈബിലിറ്റി എത്രയുള്ളൂ? ഓരോ ഷെയറിന്റെ മുകളിലും ബാക്കിയുള്ള 40 രൂപ. അതാണ് എമൗണ്ട് അൺപെയ്ഡ്. കൊടുത്തിട്ടില്ലല്ലോ, കമ്പനി വിളിച്ചിട്ടില്ല, അതുകൊണ്ട് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ബാധ്യത എത്രയുള്ളൂ? എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദ ഷെയർസ്. അങ്ങനെയും പറയാം. ഇതിൽ ഏത് വേണമെങ്കിലും പറയാം. ക്ലിയർ ആയില്ലേ? ഓക്കെ, അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ക്ലിയർ ആയല്ലോ? ദെൻ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വിശദമായിട്ട് പഠിക്കുക. കമ്പനി ലോയിലാണ് കേട്ടോ. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇത് കമ്പനി ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനിയും ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനിയും ഉണ്ടാവും. ഷെയർ ക്യാപിറ്റൽ ഉള്ള ചിലപ്പോ രണ്ടും ഉണ്ടാവും. ഷെയർ എടുത്തിട്ടുണ്ടാവും നമ്മൾ, പ്ലസ് എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ഷെയർ എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എമൗണ്ട് പൈസ കൊടുക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്യാരണ്ടീഡ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അതായത് കമ്പനി ഇപ്പൊ എന്തെങ്കിലും വൈൻഡിങ് അപ്പ് ഒക്കെ വരുമ്പോ, നമ്മളിപ്പോ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്താ പറയാ പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ കമ്പനിയുടെ ബാധ്യതകളൊക്കെ കൊടുത്ത് തീർക്കണം. നിങ്ങൾ CMA ഫൈനലിന് ഇപ്പോഴത്തെ സിലബസ് വെച്ചിട്ട് ഫൈനലിന് അത് പഠിക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്ഷൻ 326, 327 ഒക്കെ ഓഫ് കമ്പനീസ് ആക്ട് അതിലുള്ളതാണ്. ഓക്കെ, അപ്പോ കമ്പനി വൈൻഡപ്പ് ചെയ്യുക. വൈൻഡപ്പ് ചെയ്യുക പറഞ്ഞാൽ പൂട്ടിപ്പോകേണ്ട അവസ്ഥ വന്നാൽ പറയും കമ്പനിയുടെ ബാധ്യതകൾ തീർക്കാൻ നമ്മുടെ എമൗണ്ട് കൊണ്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് കൊണ്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ, ദാറ്റ് ഐ വിൽ അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും ഷെയർ എടുക്കുന്ന സമയത്ത്. പ്ലസ് ഇത് കൂടാതെ ഞാൻ ഒരു 5 ലക്ഷം തരാം എന്ന് പറഞ്ഞു ഗ്യാരണ്ടി ചെയ്യാണ് ഞാൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഗ്യാരണ്ടീഡ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പനിയോട് ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് വെറുതെ പറയുക, ഓറലി പറയല്ല, അത് റിട്ടേൺ ആയിട്ട് തന്നെ ഉണ്ടെങ്കിൽ എന്റെ ലൈബിലിറ്റി എന്താവും? ആ ഗ്യാരണ്ടീഡ് എമൗണ്ട് കൂടി ഞാൻ കൊടുക്കണം. എത്രയാണോ ഗ്യാരണ്ടീഡ് എമൗണ്ട് അതായിരിക്കും എന്റെ ലൈബിലിറ്റി. ലിമിറ്റഡ് ടു ദി എമൗണ്ട് ഗ്യാരണ്ടീഡ് ബൈ മീ. ക്ലിയർ അല്ലേ? അത് ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനികളും ഉണ്ടാവും, ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനികളും ഉണ്ടാവും. ഷെയർ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഷെയറിന്റെ ലൈബിലിറ്റി ഒന്നുമില്ല, ആ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണ്. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസയും കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ ഗ്യാരണ്ടീഡ് എമൗണ്ടും വേണം. അപ്പോൾ ലിമിറ്റഡ് ടു ദി എമൗണ്ട് ഗ്യാരണ്ടീഡ്. ഓക്കെ, ദെൻ അൺലിമിറ്റഡ് കമ്പനി.
അൺലിമിറ്റഡ് കമ്പനി. ഇത് നമ്മള് പാർട്ട്ണർഷിപ്പ് ഒക്കെ പോലെ തന്നെ നിങ്ങൾ അറിയുന്നുണ്ടാവും, അധികം പേർക്കും സബ്ജക്ട് വരുന്നത്. ദർ ഈസ് നോ ലൈബിലിറ്റി. ഷെയർ ഹോൾഡേഴ്സിന്റെ ലൈബിലിറ്റിക്ക് ഒരു ലിമിറ്റും ഇല്ല. കമ്പനിയുടെ കമ്പനി ബാധ്യതകൾ തീർക്കാൻ എത്ര പൈസ ആവശ്യമാണോ അത്രയും പൈസ നമ്മളിൽ നിന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഒരു ലിമിറ്റും ഇല്ല. ഓക്കെ, ആ ലൈബിലിറ്റി തീരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്റെ ഷെയർ ഇത്രയേ ഉള്ളൂ, നോമിനൽ വാല്യൂ ഇത്രയാ, അതൊന്നും പറയാൻ പറ്റില്ല എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? ഓക്കെ. ദെൻ based on nature. Based on nature of the company. Based on nature. അതില് നമുക്ക് പ്രൈവറ്റ് കമ്പനി പേരിന്റെ കൂടെ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. ഓക്കെ, ഇതില് പ്രൈവറ്റ് കമ്പനിയിൽ ആക്ച്വലി അവരുടെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ 2 ഡോക്യുമെന്റ്സ് ഉണ്ട്. മെയിൻ ഡോക്യുമെന്റ്സ്, ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട് ഫയൽ ചെയ്യാൻ. നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയും. കമ്പനിയുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ. അതേപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയും, അതൊരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്. അപ്പൊ ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ റിഗാർഡിംഗ് ദ ഇന്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് ദ ഇന്റേണൽ മാനേജ്മെന്റ്, കമ്പനിയുടെ ഉള്ളിലുള്ള മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്റ്. ഇതൊക്കെ നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ആണ്. ഈ ആർട്ടിക്കിൾസിൽ 3 കാര്യങ്ങൾ പറയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ. ആ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ കമ്പനി പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പൊ ആ 3 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. റെസ്ട്രിക്ട്സ് ദി റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. Then limits the number of members to 200. Limits the number of members to 200. എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മാക്സിമം മെമ്പേഴ്സ് എത്ര പാടുള്ളൂ? 200 പേരെ പാടുള്ളൂ. ഓക്കെ. ദെൻ കനോട്ട് ഇൻവൈറ്റ്, അതായത് പ്രോഹിബിറ്റ്സ്, കനോട്ട് ഇൻവൈറ്റ് അല്ലെങ്കിൽ പ്രോഹിബിറ്റ്സ് പബ്ലിക്, prohibits invitation to public to subscribe its shares. അതായത് പബ്ലിക് ലിമിറ്റ്, നമ്മൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് പഠിച്ചില്ലേ നേരത്തെ? സബ്സ്ക്രൈബ് ഇറ്റ്സ് ഷെയർസ്. ആ ലിമിറ്റ്, അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് പഠിച്ചിട്ടില്ലേ? അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജനങ്ങളെ, നമുക്ക് അതിന് ലിമിറ്റ് ഒന്നുമില്ല, അപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളെ അവരുടെ ഷെയർ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, ക്ഷണിക്കാൻ പറ്റും. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൽ അവരുടെ ഷെയർ എടുക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിനോട് ഷെയർ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ ക്ഷണിക്കാൻ പറ്റും. പ്രൈവറ്റ് കമ്പനിക്ക് അത് പറ്റില്ല. ഇറ്റ് പ്രോഹിബിറ്റ്സ്. ആർട്ടിക്കിൾസിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ആർട്ടിക്കിൾസിൽ ഉണ്ടെങ്കിൽ ഇത് റെസ്ട്രിക്ഷൻസ് ആണ്. ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ, 3 കണ്ടീഷൻ ഉള്ള കമ്പനികളെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? 3 കണ്ടീഷൻ ഉള്ള കമ്പനികളെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. എവിടെയാ അത് കാണുക? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. ക്ലിയർ ആയില്ലേ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. ക്ലിയർ ആയോ? യെസ്. 3 കണ്ടീഷൻ ഉണ്ടാകും. ദെൻ അടുത്തത് പബ്ലിക് കമ്പനി. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിന്റെ കൂടെ ഇപ്പൊ എക്സ് ആണ്, എക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണും. പ്രൈവറ്റ് എന്നുള്ളത് ഇങ്ങനെ ഷോർട്ട് ഫോമിലും കൊടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റ് എന്നുള്ളത് ഫുൾ ആയിട്ടും കാണാം. ഓക്കെ. ദെൻ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി മീൻസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. എളുപ്പം. ഓ, എന്ത് ഈസിയാ! നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഫ്രണ്ട്സ്, പലരും എന്ത് ചെയ്യുന്നറിയോ? ഇത് കേൾക്കുമ്പോ
നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഓ, ഇത് ഈസി അല്ലേ, ഇങ്ങനെ എഴുതിയ മാർക്ക് കിട്ടുമല്ലോ. ഫ്രണ്ട്സ്, എനിക്കറിയില്ല, ചില ആൾക്കാർ അത് പറയില്ല. നോട്ട് എ പ്രൈവറ്റ് കമ്പനി എന്ന് എഴുതണം. ഓക്കെ, പക്ഷേ ഇതിപ്പോ ഇപ്പൊ ഒരാളോട് വെറുതെ ഇങ്ങനെ പോകുമ്പോ ചോദിച്ചാലും ആർക്കും ഇത് പറഞ്ഞൂടെ, എന്താ പബ്ലിക് കമ്പനി, അത് പ്രൈവറ്റ് കമ്പനി അല്ലാത്തൊക്കെ പബ്ലിക് കമ്പനിയാണ്. ആർക്കും പറയാം. അങ്ങനെ ഭാഗ്യത്തിന് പറഞ്ഞതാണെങ്കിലോ. അപ്പൊ നമ്മള് നോളജബിൾ ആൾക്കാർ ഒരു കാര്യം കൂടി പറയാൻ ബാധ്യസ്ഥരാണ്. നോട്ട് എ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞതിന് ശേഷം വാട്ട് ഈസ് എ പ്രൈവറ്റ് കമ്പനി എന്ന് പറയണം. അപ്പൊ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ പറയണം. എന്ത്? പബ്ലിക് കമ്പനി ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഓക്കെ, then what is a private company then? Private company means a company where in its articles, അതിന്റെ ആർട്ടിക്കിൾസിൽ there are 3 restrictions. എന്നിട്ട് നമ്മൾ ഈ പറയണം. എന്താണ്? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ഷെയർ, then limits the number of members to 200, then it cannot invite public to subscribe its shares. അത് പറയണം. അപ്പോഴാണ് അത് പൂർണ്ണം ആവുകയുള്ളൂ. സോ നിങ്ങൾ എഴുതുമ്പോഴും ഇത് മാത്രം എഴുതിയാൽ പോരാ. നോട്ട് എ പ്രൈവറ്റ് കമ്പനി എന്ന് എഴുതിയതിനു ശേഷം പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി വേർ ഇൻ ഇറ്റ്സ് ആർട്ടിക്കിൾസ് there are 3 restrictions എന്ന് പറഞ്ഞിട്ട് ആ റെസ്ട്രിക്ഷൻസ് 3 എഴുതണം. ക്ലിയർ ആയില്ലേ? പിന്നെ ഒരു മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ അത് കാണും. പബ്ലിക് കമ്പനിയിൽ ഒരു മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്രിസ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണും. ഇൻഫാക്ട് അത് ലോയിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആ ക്ലോസ് ബാധകം അല്ല. ഓക്കെ, ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇത്രയെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പക്ഷെ ഇപ്പോ അപ്ലിക്കബിൾ ആയിട്ട് ഇല്ല. ഓക്കെ, ദെൻ അതർ ടൈപ്സ് ഓഫ് കമ്പനീസ് കൂടി നമുക്ക് ചെയ്യാം. ഒരുപാട് കമ്പനികളിൽ ഒരുപാടുണ്ട് കമ്പനിയെ കുറിച്ച് പഠിക്കാൻ. അതർ ടൈപ്സ് ഓഫ് കമ്പനി. അതർ ടൈപ്സ് ഓഫ് കമ്പനി. ഒന്ന്, 1 person കമ്പനി. 1 person കമ്പനി അല്ലെങ്കിൽ OPC എന്ന് പറയും. 1 person എന്ന് പറഞ്ഞാൽ ഒരു മെമ്പറേ ഉണ്ടാവുള്ളൂ. ഒരു മെമ്പർ. ഡയറക്ടർമാർ എത്ര വേണമെങ്കിലും ആവാട്ടോ. ചില സ്റ്റുഡൻസിന് അത് അറിയില്ല. അല്ലെ, 1 person എന്നല്ലേ പറയുന്നത്. 1 person എന്ന് പറഞ്ഞാൽ മെമ്പറെയാണ് ഉദ്ദേശിച്ചത്, ഡയറക്ടർമാരല്ല. അപ്പൊ ഞാൻ ഒറ്റ മെമ്പറാണ്. എനിക്ക് 1 person കമ്പനി, എന്റെ കമ്പനിയാണ് 1 person. പക്ഷെ എനിക്ക് ആ കമ്പനി മാനേജ് ചെയ്യാൻ ഒരുപാട് ഡയറക്ടർമാർ വേണം. സോ 1 person കമ്പനി, OPC. ഓക്കെ, ദെൻ സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 4 crores ആൻഡ് അത് പിന്നെ 10 കോടി വരെ നിജപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. കാരണം ഇനി നാളെ അത് 10 കോടി വരെ വരാം എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലാണ് പറയുന്നത്. അതേപോലെ ടേൺ ഓവർ ആൻഡ് ആണ് കേട്ടോ. ആൻഡ് ഇമ്പോർട്ടന്റ് ആണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 4 crores, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നാണ് കേട്ടോ. ആൻഡ് ടേൺ ഓവർ 40 crores, rupees 40 crores, rupees 4 crore, rupees 40 crores എന്ന് പറഞ്ഞാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 4 കോടിയും ടേൺ ഓവർ 40 കോടിയും ഉള്ളുവെങ്കിൽ, ഒരു കമ്പനിക്ക് ഉള്ളുവെങ്കിൽ ആ കമ്പനി സ്മോൾ കമ്പനി ആയിട്ടാണ് കണക്കാക്കുക. ആൻഡ് ആണ്, ഓർ അല്ല. ആൻഡും ഓറും വ്യത്യാസമുണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ എങ്ങനെ പഠിച്ചിങ്ങനെ പോകും, അത്ര ശ്രദ്ധിക്കില്ല. ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ 2 കണ്ടീഷനും ക്യുമുലേറ്റീവ് കണ്ടീഷനാണ്. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പൊ ഇത് 45 ഇത് 4 നിന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഇത് 5 ഇത് 40 39 ആയി നിന്നിട്ടും കാര്യമില്ല എന്നർത്ഥം. ബോത്ത് കണ്ടീഷൻസ് ഹാവ് ടു ബി satisfied in order to call it as a small company. That is cumulative condition. Clear ആയല്ലോ? Then അതേപോലെ ഇവിടെ ടേൺ ഓവർ 100 കോടിയും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിയും വരെ പറഞ്ഞിട്ടുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നാളെ ഇതിന്റെ ലിമിറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോയാൽ 10 കോടി വരെ കൊണ്ടുപോകും. ഇത് 100 കോടി വരെയും കൊണ്ടുപോകും. ദെൻ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി, അതായത് സെക്ഷൻ 8 കമ്പനി. ഓക്കെ, സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി. നോട്ട് ഫോർ പ്രോഫിറ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാഭത്തിന് വേണ്ടിയിട്ടല്ല. ഇത് ലാഭം
ലാഭം മുന്നിൽ കണ്ടുകൊണ്ടുണ്ടാക്കുന്ന കമ്പനികൾ അല്ല. അവർ എന്ത് ചെയ്യും? ചാരിറ്റബിൾ ആണ്. ഉദാഹരണത്തിന് ആർട്ട്, സയൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, അതൊക്കെ എന്ത് ചെയ്യാൻ? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആയില്ലേ, ഫോം ചെയ്യുന്ന കമ്പനിയാണ് സെക്ഷൻ 8. അവരുടെ ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അങ്ങനത്തെ കമ്പനികളെയാണ് സെക്ഷൻ 8 എന്ന് പറയുക. കാരണം കമ്പനീസ് ആക്ട് സെക്ഷൻ 8 അവര് എന്ത് ചെയ്യാം? അത് രജിസ്റ്റർ ചെയ്യപ്പെടുക. മാത്രമല്ല, ഈ കമ്പനികൾ അവരുടെ ലാഭം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ലാഭവിഹിതം. അതായത് കമ്പനി ലാഭം ഉദ്ദേശിച്ചിട്ട് അല്ല ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ലാഭം ഉദ്ദേശിച്ചിട്ടല്ല കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കമ്പനിക്ക് ലാഭം ഉണ്ടാവാൻ പാടില്ല എന്നില്ല. പക്ഷെ ആ ലാഭം എന്ത് ചെയ്യാൻ പാടില്ല? കമ്പനി ലാഭവിഹിതമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. കമ്പനിയുടെ ഓബ്ജക്റ്റീവ്സ്, കമ്പനിയുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കണം. ക്ലിയർ ആയല്ലോ? ദെൻ ലിസ്റ്റഡ് കമ്പനി. ഇതിന്റെ ഡെഫിനിഷൻ അടുത്ത കാലത്തായിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റഡ് കമ്പനി ഇവിടെ ബ്രീഫ് ആയിട്ട് പറയാം. നമുക്ക് ആ ഫുൾ കാര്യങ്ങളൊന്നും ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി എന്നുള്ളത് ഒരു ബ്രോഡ് വേർഡ് ആണ് കേട്ടോ. ഷെയർ തന്നെ ആവണം എന്നില്ല. സെക്യൂരിറ്റീസ്, ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട്, അങ്ങനെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്താൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയില്ലേ? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്താൽ അങ്ങനെയുള്ള കമ്പനിയെ ആണ് എന്ത് പറയുക? ലിസ്റ്റഡ് കമ്പനീസ്. അങ്ങനെയുള്ള കമ്പനിയാണ് നമ്മൾ എന്ത് പറയുക? ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുക. ഓക്കെ, നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ വേണ്ടത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പഠിക്കാനുള്ള ടൈപ്പുകളാണ് പറഞ്ഞത്. കമ്പനി ലോയിൽ നിങ്ങൾ ഡിഫറെന്റ് കമ്പനികളെ പറ്റി പഠിക്കും. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ദെൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ഒരുപാട് കമ്പനികളെ കുറിച്ച് പഠിക്കും. പക്ഷേ നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, ഇനിയുള്ള തിയറി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ടിൽ ദെൻ ബൈ.